ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്നലെ നിർത്തിയോടത്ത് തന്നെയാ അതേ ഇവരൊക്കെ നിൽക്കുന്നേ. അതേ ഡ്രസ്സ്, അതേ കോലം. എന്തൊക്കെ കഷ്ടപ്പാടാലേ ഒരു സദ്യ ഇങ്ങനെ ഉണ്ടായി വരാൻ. എല്ലാം നമ്മൾ ചെയ്യുന്നോണ്ടാട്ടോ. അങ്ങനെ ദേ പപ്പടം വറക്കുന്നവരെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടിയും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അങ്ങനെ ചോറും സാമ്പാറും പരിപ്പും കൂട്ടുകറികളും 3 തരം പായസവും അച്ചാറും പപ്പടവും കൊണ്ടാട്ടവും കാച്ചിയ മോരും സാദാ മോരും റെഡി. ഇനി ഇവരൊക്കെ ഒന്ന് ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് സദ്യ കഴിക്കാം. ആ ഒരുക്കൊന്ന് കണ്ടാലോ. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അതെന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്ന് അന്ന് എന്നെ പേര് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെ ഒരുക്കവും കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ചെറിയ പ്രാർത്ഥന എത്തിച്ചു. എല്ലാം തന്ന ദൈവത്തിന് നന്ദി, ഈ ഒരു ഓണം എല്ലാവരോടൊപ്പം ആഘോഷിച്ചതിനും ഇനി അടുത്ത കൊല്ലങ്ങളും വളരെ മനോഹരമായ ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചതേ 3:30 ഇപ്പം ഞങ്ങൾ എലിയിട്ടു. അങ്ങനെ സമയവും കാലമൊന്നും ഇല്ലല്ലോ അല്ലേ. കഴിക്കേണ്ട രീതിയും വെക്കുന്ന സ്ഥലങ്ങൾക്കല്ലേ രീതിയുള്ളൂ. കഴിക്കാനുള്ളൊരു സമയം ആരും പറഞ്ഞില്ലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, സംഭവം എടുത്ത എഫേർട്ടിലുള്ളതായിട്ടുണ്ട്. കാരണം അടിപൊളി സദ്യയായിരുന്നു. അതും എസ്പെഷ്യലി ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കാണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ കാരണം ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലായിരുന്നു. ആദ്യം പരിപ്പ് കൂട്ടിയാണ് ഇവിടെ ഫുഡ് തുടങ്ങുന്നത് സദ്യ. നമ്മൾ തൃശ്ശൂർക്കാരുടെ ഒരു സ്റ്റൈലല്ലെങ്കിലും ഇത് കൊല്ലം തിരുവനന്തപുരം സ്റ്റൈലാണെന്നാണ് അറിയാൻ സാധിച്ചത്. പരിപ്പ് കൂട്ടി തുടങ്ങി അവസാനം പായസത്തിൽ നിർത്തി. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇത്രയും മനോഹരമായിട്ടൊരു സദ്യ കഴിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ ധൃതിയായി. കാരണം ഇത്രയും ഒരുങ്ങിയതല്ലേ, എങ്ങനെയാ ഒരു ഫോട്ടോ പോലും ഇല്ലാതെ പോകുന്നത്. ഫ്ലാറ്റിൻ്റെ താഴെ വന്നപ്പോൾ ആ ലൊക്കേഷൻ ഞങ്ങൾക്ക് അത്ര ഇങ്ങോട്ട് പിടിച്ചില്ല. എന്തോ ലൈറ്റിംഗ് ഒന്നും അത്ര ഇങ്ങോട്ട് ശരിയാവുന്നില്ലടോ. അപ്പം നമ്മൾ കാറെടുത്ത് അടുത്ത ലൊക്കേഷനിൽ പോയി. കൊള്ളാം, നല്ല ഹരിതാപവും പച്ചപ്പും ഉള്ള ഒരു അടിപൊളി സ്ഥലം. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്ത്. ഇന്നിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫുൾ ഇത് തന്നെ ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, എന്തോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്തിയതുപോലെ. അങ്ങനെ തിരിച്ചു വന്ന് ഒത്തിരി ബാക്കി ഉണ്ടായിരുന്നു ഒക്കെ, അതൊക്കെ പാക്ക് ചെയ്ത് കഴുകി വെടുപ്പാക്കി ബാക്ക് ടു